നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ പ്രീമിയം കാറുകളിൽ മഴക്കാലത്ത് വാഹനത്തിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടോന്നോ അതുമൂലം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്നുണ്ടോന്നോ സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതൊരു 2015 മോഡൽ മെർസിഡീസ് ബെൻസിന്റെ ML250 ആണ്. കസ്റ്റമറുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 2 പ്രാവശ്യം വണ്ടി നിന്നുപോയി, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എടുക്കും. ഇവിടെ വന്ന് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഫ്യൂവൽ പമ്പിന്റെ മൊഡ്യൂളുണ്ട് ടാങ്കിന്റെ സൈഡിൽ വരുന്നത്. ആ മൊഡ്യൂള് ഡാമേജ് ആയിപ്പോയി, അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്താ ചെയ്തത്, ഞങ്ങൾ അയച്ചത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിപ്പയറബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു വാട്ടർ കണ്ടന്റ് കാരണം ആ ലെഗൊക്കെ ഡാമേജ് ആയിപ്പോയി, നമുക്കിത് റിക്കവറി ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പോൾ നമ്മൾ ഈ പുതിയ പാർട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ജെനുവിൻ സ്പെയറെ കിട്ടുള്ളൂ, മെർസിഡീസ് ബെൻസിന്റെ ജെനുവിൻ സ്പെയറാണ്. സോ ഈ പാർട്ട് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്താൽ ഈ കംപ്ലൈന്റ് നമുക്ക് സോൾവ് ആക്കാവുന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇതിന്റെ ബൂട്ടിന്റെ അടിഭാഗത്താണ് ഇത് സംഭവം. സോ ഒരു കസ്റ്റമറോ വേറൊരാൾ വിചാരിച്ചു കഴിഞ്ഞാലോ ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ മിസ്സിംഗ് കാര്യങ്ങൾ വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് വെച്ചുകൊണ്ടിരിക്കാതെ സർവീസ് സെന്ററിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അത് ഡയഗ്നോസ് ചെയ്ത് വേറൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർക്കാൻ പറ്റും. ഇതിന് ശരിക്കുള്ള വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു. ഈ സൈഡിൽ വരുന്ന ഒരു വാട്ടർ ഡെമ്മി ആയിരുന്നു. ഈ ഡെമ്മി റബ്ബറിനെയാണ്, അത് ഡാമേജ് ആയിപ്പോയി. ആ ഡാമേജ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണം പൊടിഞ്ഞു പോകുന്ന, അത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. പക്ഷെ നിസ്സാര ഒരു കാരണത്തിന് കസ്റ്റമറിൽ നിന്ന് ഇപ്പം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സർവീസാണ് വന്നത്. സോ മെർസിഡീസ് ബെൻസിന്റെ ജെനുവിൻ സ്പെയറോ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.